വിഴിഞ്ഞം ഓഹരി വിൽപ്പന വിവാദം സിപിഎമ്മിൽ ഉണ്ടാക്കിയത് അസാധാരണമായ ഭിന്നത. പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് തള്ളി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്ത് വന്നത് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കെ രാഗേഷിനെ ലക്ഷ്യമിട്ട് കെ ശൈലജ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ നടത്തിയ പ്രതികരണവും പുതിയ ഉൾപോരിന്റെ കനം വ്യക്തമാക്കും. സർക്കാരിനെതിരെ സിപിഐഎമ്മിന് ലഭിച്ച ആദ്യത്തെ സമരായുധമായിരുന്നു വിഴിഞ്ഞം വിവാദം. എന്നാൽ അതേ വിവാദം ഇപ്പോൾ പാർട്ടിയിലെ ഭിന്നത പരസ്യപ്പെടുത്തി ബൂമറാങ്ങായി തിരിച്ചടിച്ചതിന്റെ അമ്പരപ്പിലാണ് സിപിഐഎം നേതൃത്വം. അദാനിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും തള്ളി നേതൃത്വത്തെ ആദ്യം ഞെട്ടിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ ഒരു അസറ്റാണ്. ആ തുറമുഖം വളരെ വേഗം പൂർത്തിയാക്കുക അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട വിഷയമേ അല്ല. തൊട്ടു പിന്നാലെ വിസിൽ MD സ്ഥാനത്ത് നിന്നുള്ള ദിവ്യ S അയ്യരുടെ സ്ഥാനമാറ്റം ചോദ്യം ചെയ്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെതിരെയും പാർട്ടിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നു. ആദ്യം കെ ശൈലജ, പിന്നീട് ഇന്ന് മുതിർന്ന നേതാവ് PK ശ്രീമതിയും രാഗേഷിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നു. അവരെ മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ചൊരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി രാഗേഷ് പറഞ്ഞു, ഇതെല്ലാം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതും അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടത്, ജനങ്ങളോട് തുറന്നു പറയേണ്ടത് പറഞ്ഞവർ തന്നെയാണ്. നേരത്തെ TK ഗോവിന്ദൻ അടക്കമുള്ള കണ്ണൂരിലെ വിമതരെ പാർട്ടിയിൽ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി നേതാക്കൾ പരസ്പരം തിരുത്തി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഴിഞ്ഞം വിവാദത്തിലും വിഭാഗീയത മണക്കുന്ന പ്രസ്താവനകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ പരസ്പരം പോരടിക്കുന്നുവെന്നതാണ് ഇതിലേറെ ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.